കേരള സന്ദർശന വേളയിൽ നരേന്ദ്രമോദിക്ക് മോദിയുടെ ഗ്യാരണ്ടി എന്നും അമിത്ഷായുടെ സന്ദർശന വേളയിൽ NDAയുടെ വികസിത കേരളമെന്ന സങ്കല്പം എന്നുമൊക്കെ ഭംഗ്യന്തരേണ പ്രസംഗിക്കാൻ മാത്രം കേരളം. BJPയുടെ സംസ്ഥാന അധ്യക്ഷനും ഇവിടുത്തെ നേതാക്കന്മാർക്കും നാഴികയ്ക്ക് 40 വട്ടം സോഷ്യൽ മീഡിയയിൽ കൂടി കേരളത്തെ ഇതാ കേന്ദ്രം ഇങ്ങനെ എടുത്ത് തോളിൽ കൊണ്ട് നടക്കുകയാണ്, ഇനി ഇവിടെ സ്വർഗമായി കളയും എന്ന് എഴുതിവിടാനുള്ള ഒരു ഉപകരണം മാത്രമായി കേരളം. യാഥാർത്ഥ്യത്തോടടുക്കുമ്പോൾ കേരളത്തോടിപ്പോഴും കേന്ദ്ര ഭരണകൂടത്തിന് BJPക്ക് തെല്ലും മമതയില്ല എന്ന് വീണ്ടും തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ കേന്ദ്ര ബജറ്റ്. അല്ലെങ്കിൽ കേരളത്തിൻ്റെ ന്യായമായ അവകാശങ്ങളിലൊന്ന് എയിംസിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. കാരണം എയിംസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊണ്ടുവന്നാൽ അതിൻ്റെ കാഷ്വാലിറ്റി തൃശ്ശൂരിലും, അടുത്ത സംവിധാനം ആലപ്പുഴയിലും, മറ്റൊരു സംവിധാനം തിരുവനന്തപുരത്തും, വേറൊന്ന് പാലക്കാടുമൊക്കെ വയ്ക്കേണ്ടി വരും. കാസർഗോട്ട് ചിലപ്പോൾ ആ എയിംസിൻ്റെ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ തിയേറ്ററെങ്കിലും വയ്ക്കേണ്ടുന്ന സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് എയിംസിനെ കുറിച്ച് നമ്മൾ തൽക്കാലം ഒന്നും പറയണ്ട. പക്ഷേ കേരളത്തിനൊരു അതിവേഗ തീവണ്ടിപ്പാത എന്നുള്ളത് നമ്മൾ എത്രയോ കാലമായി ആഗ്രഹിക്കുന്നത്. ബാക്കിയുള്ള പല മേഖലകളിലേക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന തമിഴ്നാടിനുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ചെന്നൈയിലേക്ക്, ഹൈദരാബാദിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഈ അതിവേഗ റെയിൽ ഇടനാഴിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകുമ്പോൾ കേരളത്തെക്കുറിച്ച് അതേക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാൻ സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ട് എന്നുള്ള ആ വലിയ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. കേരളത്തിൽ എന്തായാലും BJP ഈ സമീപകാലത്തൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. പിന്നെ കുറേ പണം ഇവിടെ വാരി എറിഞ്ഞത് കൊണ്ട് എന്തു കാര്യം? ഇങ്ങനെ കുറേ ഗിമിക്കുകൾ കാണിച്ച് ഞങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിക്കുമെന്ന് കേരളീയരെ പ്രലോഭിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ വോട്ടിൻ്റെ ശതമാനം ഉയർത്താനെങ്കിലും സാധിച്ചാൽ അത്രയും നല്ലത് എന്നുള്ളത് മാത്രം. കാരണം ഇപ്പോൾ AIADMKയുമായി സഖ്യമായതുകൊണ്ട് തമിഴ്നാട്ടിൽ BJPക്ക് ചെറിയ മോഹമൊക്കെ ഉദിച്ചിട്ടുണ്ട്. ആ സഖ്യത്തെ എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തിക്കാൻ സാധിച്ചാൽ. അതുകൊണ്ടാണ് തമിഴ്നാടിനെ അത്ര ഗൗരവത്തോടെ കാണുന്നത്. പക്ഷേ കേരളത്തെ ഒരു കാരണവശാലും തങ്ങളുടെ നേട്ടമുണ്ടാക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്താൻ BJPക്ക് സാധിക്കുന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പിടിച്ചു എന്നുള്ളതൊക്കെ ഓക്കെ. ആ കോർപ്പറേഷൻ പിടിച്ചിട്ട് അതിൻ്റെ കാര്യത്തിൽ പോലും ഗൗരവമുള്ള ഇടപെടലുകൾ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം നരേന്ദ്രമോദിയുടെ സന്ദർശനം അതിന് ഏറ്റവും വലിയ തെളിവാണ്. ഇവിടെ വന്ന് വെറുതെ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തിയിട്ട് പോകാനല്ലല്ലോ നരേന്ദ്രമോദിയുടെ വരവിനെ കേരളം കാത്തിരുന്നത്. കാരണം തിരുവനന്തപുരം ആദ്യമായി BJP ഭരണത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി നരേന്ദ്രമോദി ഇവിടെ എത്തുമ്പോൾ ആ നഗരത്തിന് ബലമേകുന്ന എന്തെങ്കിലുമൊക്കെ സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി. അങ്ങനെ ഒന്നും ഉണ്ടായില്ല. മോദിയുടെ ഗ്യാരണ്ടി ഇതാണ്, മോദിയുടെ ഗ്യാരണ്ടി അതാണ്, മാവോവാദി കോൺഗ്രസ്, അഴിമതിക്കാരായ CPMകാർ, ഇങ്ങനെ പതിവ് പ്രസംഗം അദ്ദേഹം പ്രസംഗിച്ചു പോയി എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞു വയ്ക്കാൻ സാധിച്ചില്ല. നഗരത്തിനെ ഫോക്കസ് ചെയ്ത് ഞാൻ ചിലതെങ്കിലും ചെയ്യും എന്ന് ഉറപ്പിച്ച് പറയാനും സാധിച്ചില്ല. ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കി കൊടുക്കുന്ന കാര്യത്തിൽ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനും ഈ ഭരണ നേതൃത്വത്തിനും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണ നേതൃത്വത്തിനും കൃത്യസമയത്തുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയാത്തത് കൊണ്ടായിരിക്കുമെന്ന് നമ്മൾ കരുതേണ്ടി വരുന്നു. അങ്ങനെ കൊടുത്താൽ തന്നെ അതിന് എത്രമാത്രം കടമ്പകൾ കടന്നാണ് ഒരു പ്രഖ്യാപനമൊക്കെ നടത്താൻ സാധിക്കുക. എങ്കിൽ പോലും കേന്ദ്രത്തിന് ഞങ്ങളിവിടുത്തെ ആമയിഴിഞ്ചാൻ തോട് ശുചീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ നവീകരണ റെനോവേഷന് വേണ്ടിയിട്ട് ഒരു 1000 കോടി ഇതാ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് സംസ്ഥാന സർക്കാരുമായി ചേർന്നാണ് നടപ്പിലാക്കേണ്ടതെങ്കിലും അത് ജനങ്ങൾക്കിടയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു. പക്ഷെ അതുപോലും ഉണ്ടായില്ല. ഇപ്പോൾ ഈ ബജറ്റ് വരുമ്പോഴും അത് തന്നെയാണ് അവസ്ഥ. കേരളം ഏതോ ചവറുകൂനയിൽ കിടക്കുന്ന ഒരിടം എന്നുള്ള മട്ടിലാണ്. കേരളത്തിൽ BJPക്ക് സമീപകാലത്തൊന്നും തിരിച്ചു വരാൻ കഴിയില്ല, അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്ന കൃത്യമായിട്ടുള്ള സന്ദേശം BJPയുടെ കേന്ദ്ര നേതൃത്വത്തിനുണ്ട് എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ അതിവേഗ റെയിൽപാതയിൽ നിന്ന് പോലും കേരളത്തെ ചവിട്ടി പുറത്താക്കിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം.